എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിസാമുദ്ദീൻ, തിരുവനന്തപുരം നവജീവൻ പ്രകൃതി ചികിത്സാലയത്തിലെ ചീഫ് കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന നടുവേദനയെക്കുറിച്ചിട്ടാണ്. നമ്മുടെ തെറ്റായ ജീവിത സാഹചര്യമാണ് നടുവേദന ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് നാം മനസ്സിലാക്കണം. അതായത് ശരിയായി ഇരിക്കാൻ കഴിയാതെ വരിക, ശരിയായി കിടക്കാൻ കഴിയാതെ വരിക, ശരിയായി നടക്കാൻ കഴിയാതെ വരിക, ഈ മൂന്ന് സാഹചര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടുവേദന നമ്മളെ വിടാതെ പിന്തുടരുമെന്ന് മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ രണ്ട് കാലും തറയിൽ പതിച്ച് ഷോൾഡർ വികസിപ്പിച്ച് മറ്റ് ഒരു സൈഡിലേക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൊടുക്കാതെ സ്റ്റഡിയായി നിൽക്കുന്നതിനെയാണ് നൃത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്, പ്രത്യേകിച്ച് ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ വളഞ്ഞും പൊളഞ്ഞും ഒരു കാല് മടക്കി വെച്ചും മറ്റൊരു കാലിന് വെയിറ്റ് കൊടുത്തൊക്കെയാണ് പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ഇത് ശരിക്ക് നടുവേദന ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൽ ഷേപ്പിൽ വേണം പലപ്പോഴും. ശരിക്കും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എൽ ഷേപ്പിൽ വേണം ഇരിക്കാൻ. പക്ഷേ പലപ്പോഴും നമ്മൾ ഹാൻഡ് റെസ്റ്റുള്ള കസേരയിലാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. കാലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നതും ഒന്നുകിൽ ബാക്കിലോ ഫ്രണ്ടിലോ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതും ശരിക്കും നടുവേദന ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 പില്ലോ ഉപയോഗിച്ച് കിടക്കുക. ബെഡ് എന്ന് പറയുന്നത് ഉറപ്പുള്ള ബെഡിലാണ് നമ്മൾ പലപ്പോഴും കിടക്കേണ്ടത്. പക്ഷേ ഒരു അല്പ സോഫ്റ്റുള്ള ഉറപ്പുള്ള ബെഡിലാണ് നമ്മൾ കിടക്കേണ്ടത്. പലപ്പോഴും സ്പ്രിങ് ആക്ഷനുള്ള ബെഡുകളാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ പില്ലോ ഉപയോഗിക്കരുത് എന്നാണ്. ശരിക്ക് നമ്മൾ പില്ലോ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ കിടക്കേണ്ടത്. ഈ സ്പോണ്ടിലൈറ്റിസും കഴുത്ത് വേദനയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ പില്ലോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പില്ലോ ഉപയോഗിച്ച് വേണം നമ്മൾ കിടക്കാൻ. പില്ലോ ഉപയോഗിക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോണ്ടിലൈറ്റിസും അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ, കഴുത്ത് വേദനയൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് 2 പില്ലോ ഉപയോഗിക്കണം. ഒരു പില്ലോ തലയിലും മറ്റൊരു പില്ലോ തുടയിലും മുട്ടിന് മുകളിലുള്ള തുടഭാഗത്തും നമ്മൾ നിർബന്ധമായും വെക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. പില്ലോ ഉപയോഗിക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും ചരിഞ്ഞ് കിടക്കാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ പില്ലോ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് സൈഡ് ചരിഞ്ഞ് കിടക്കാൻ സാധിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 പില്ലോ ഉപയോഗിച്ച് വേണം നമ്മൾ കിടക്കാനെന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ശരിയായി നമ്മൾ ഓട്ടം ചാട്ടം പോലുള്ളത് ചെയ്യാതെ തെറ്റായ രീതിയിലുള്ള ചാട്ടവും ഓട്ടവും നടത്തവും ഒക്കെ നമ്മുടെ ജോയിൻറ്റുകളുടെ മിസ്അലൈൻമെൻറ്റിന് ഒരു പ്രധാന കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം നടുവേദനകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നടുവേദനയായിരുന്നാലും പിടല് വേദനയായിരുന്നാലും അതോടൊപ്പം തന്നെ കൈ ഉയർത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റായ ജീവിത ശൈലികളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തെറ്റായ ജീവിത ശൈലികളിൽ നിന്ന് ശരിയായ ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകരമാകുന്നത് എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത് മലബന്ധം ശരിക്കും നടുവേദന ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലബന്ധമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ശരിക്കും നടുവേദന ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കും നടുവേദന സ്വാഭാവികമായിട്ടുണ്ടാകും. മലബന്ധമുള്ള ആളുകൾ മലബന്ധം പരിഹരിക്കാനുള്ള വഴികൾ സ്വീകരിച്ചാൽ മാത്രമാണ് ശരിക്കും നടുവേദനയും ഷോൾഡർ പെയിനും ഒക്കെ പരിഹരിക്കപ്പെടുന്നതെങ്കിൽ സ്റ്റോൺ പ്രശ്നമുള്ള ആളുകൾക്ക് സ്റ്റോണിൻ്റെ ചികിത്സ ചെയ്താൽ മാത്രമാണ് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ശരിക്ക് മറ്റ് ടെന്നീസ് എൽബോ ആയിരുന്നാലും മിസ്അലൈൻമെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഡിസ്ക് ബൾജിങ്ങും പ്രൊലാപ്സ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രകൃതി ചികിത്സയിലുള്ള ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയിലൂടെ പൂർണ്ണമായും പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്പോണ്ടിലൈറ്റിസ് ഒക്കെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ടെന്നീസ് എൽബോ, കാൽമുട്ട് വേദന പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക്
മാറ്റം കണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നടുവേദന അഥവാ പ്രത്യേകിച്ച് ബട്ടക്സിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദനകളും ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയിലൂടെ പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കും. 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് കാണാൻ കഴിയും. പിന്നെ നടുവേദനയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് ഹീൽ പെയിൻ അഥവാ ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത്. ഇതും പ്രകൃതി ചികിത്സയിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.